ഞാനിപ്പോൾ അരീക്കോട് ബസ് സ്റ്റാൻഡിലാണുള്ളത്. എനിക്കൊന്ന് കോഴിക്കോട് വരെ പോകണം. അപ്പം മഴയായിരുന്നു, രാവിലെ മൊത്തം മഴയായിരുന്നു. ഇപ്പം മഴയൊന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂട്ടി എടുക്കണ്ട, ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നേരെ അരീക്കോടേക്ക് വന്നതാണ്. അരീക്കോടേക്ക് വന്നപ്പോൾ ഇതാ ബസ്സിലുണ്ടായിരുന്നു. ബസ്സിൽ കയറിയിരിക്കുകയാണ്. ബസ് എടുക്കാനാവുന്നതേ ഉള്ളൂ. അപ്പോൾ അഹിമോനെ ഏകദേശം സ്കൂളിലൊക്കെ വിട്ടിട്ട് വരികയാണ്. അപ്പോൾ അഹിമോനെ ഞാൻ പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് വരണം. അപ്പോൾ അതുമല്ല, ഞാൻ വൈകുന്നേരം അവൻ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ വീട്ടിലുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ടെൻഷനാണ് ആൾക്ക്. എപ്പോഴും ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെയാണ്. അപ്പം ഞാൻ ഒരു വിധത്തിൽ സംസാരിച്ചിട്ട് വിട്ടതാണ്. എന്നാലും ആൾ കുറച്ചൊരു കരഞ്ഞുകൊണ്ടൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ടീച്ചറെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഓക്കെ അല്ലേ എന്നുള്ളത്. അപ്പോൾ ടീച്ചർ എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു, അവന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് വരുന്ന വഴിക്ക് അഹിമോനെ വിളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് വണ്ടി എടുത്തിട്ട് വന്നതാണ് അവനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അവിടെ സ്കൂളിൽ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാറ് പറഞ്ഞു, അപ്പോൾ എലക്ഷൻ്റെ എങ്ങനെയാണ് നടക്കുന്നത് കാണാമെന്നൊക്കെ പറഞ്ഞു. ഇതാണ് മുല്ലക്കുട്ടി ബ്ലൂ. നല്ല എന്താ പറയുക, ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമ്മളിവിടെ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ് മുല്ലക്കുട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ മോളെ. അപ്പോൾ ഇതാ ഇലക്ഷനിൽ എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സാറ് പറഞ്ഞു വാ എങ്ങനെയാണ് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ കൂടെ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, അതുപോലെ അവിടെ കൂട്ടാൻ വന്ന കുറച്ച് അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ സിസ്റ്റം, വോട്ടിംഗ് സിസ്റ്റം. നമ്മൾ സാധാരണ വോട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആയിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിലെ ഇലക്ഷനും. എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഓരോരുത്തർ വന്നു ആ ഒരു ഇതിൻ്റെ കബോർഡിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വോട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും അവർക്കും ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. എല്ലാവരും ക്യൂ നിൽക്കുന്നത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ് കേട്ടോ ആ ഒരു സിസ്റ്റം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് അഹിമോൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അഹിമോന് കുറേ അഹിമോന് പുതിയ ബാഗാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അന്നേരം ഇതവൻ്റെ പുതിയ ബാഗാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു എല്ലാവരും എന്താ പറയുക, കുട്ടികളൊക്കെ ഇങ്ങനെ ഭയങ്കര സംസാരിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും വോട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിത് ഇറങ്ങാൻ പോവുകയാണ്. UKG LKG അങ്ങനെ ഒരു സെക്ഷൻ ഇല്ലല്ലോ, വോട്ടിങ് ഇലക്ഷൻ ആവുന്ന അവർക്ക് ബാധകമല്ലല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് സാധാരണ അവൻ പോകാറുള്ളത് വാനിലാണല്ലോ. അപ്പോൾ വാനിൽ കുട്ടികളൊക്കെ ടാറ്റ പറയാണ് കേട്ടോ. ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വർത്താനൊക്കെ പറയുന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ വണ്ടി എടുക്കാൻ പോവാണ്. ബായ്.